നമ്മുടെ കുടുംബ ബജറ്റിനെയും ഭാവി സമ്പാദ്യത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഓരോ സാമ്പത്തിക വർഷവും കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റ്. 2026 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ശമ്പളക്കാരായ ജീവനക്കാർ ഉറ്റുനോക്കിയിരുന്ന പ്രധാന മേഖല വ്യക്തിഗത ആദായ നികുതിയായിരുന്നു. എന്നാൽ നിലവിലുള്ള നികുതി നിരക്കുകളിൽ മാറ്റങ്ങളൊന്നും വരുത്താതെയാണ് ഇത്തവണത്തെ ബജറ്റ് പ്രസംഗം അവസാനിച്ചത്. ഇത് വീണ്ടും നികുതിദായകരെ വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പഴയ നികുതി രീതി പിന്തുടരണോ അതോ പുതിയതിലേക്ക് മാറണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുന്നത്. ശമ്പളക്കാരായ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം നികുതി ലാഭിക്കുക എന്നതിലുപരി സങ്കീർണമായ നിക്ഷേപ കണക്കുകളിൽ നിന്ന് മോചനം നേടുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. ആദായ നികുതി വകുപ്പ് പുതിയ നികുതി വ്യവസ്ഥ അവതരിപ്പിച്ച കാലം മുതൽ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ലളിതമായ ഒരു നികുതി സംവിധാനമാണ്. വിവിധങ്ങളായ ഇളവുകളും അവ തെളിയിക്കാൻ ആവശ്യമായ രേഖകളും ഇല്ലാതെ തന്നെ കുറഞ്ഞ നിരക്കിൽ നികുതി അടയ്ക്കാൻ നികുതിദായകരെ പ്രേരിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. മുൻപ് നികുതി ലാഭിക്കാൻ വേണ്ടി മാത്രം LIC പ്രീമിയം അടയ്ക്കുകയും മെഡിക്കൽ ഇൻഷുറൻസുകൾ എടുക്കുകയും ചെയ്തിരുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്ന് തങ്ങളുടെ കൈവശം കൂടുതൽ പണം ലിക്വിഡ് ക്യാഷായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മാറ്റം മുന്നിൽ കണ്ടാണ് പുതിയ നികുതി വ്യവസ്ഥയെ മുഖ്യധാരാ സംവിധാനമായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നത്. വിവിധ വരുമാന പരിധികളിലുള്ള ആളുകളെ ഈ രണ്ട് രീതികളും എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് പരിശോധിക്കുന്നത് വളരെ രസകരമാണ്. ഉദാഹരണത്തിന് പ്രതിവർഷം 15 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരാൾ പഴയ നികുതി രീതിയാണ് പിന്തുടരുന്നതെങ്കിൽ അദ്ദേഹം ഏകദേശം 2,57,000 രൂപയോളം നികുതിയായി നൽകേണ്ടി വരുന്നു. എന്നാൽ അതേ വരുമാനമുള്ള ഒരാൾ പുതിയ നികുതി രീതി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത് വെറും 97,500 രൂപയായി ചുരുങ്ങുന്നു. അതായത് 1.5 ലക്ഷത്തിലധികം രൂപയുടെ ലാഭം ഇവർക്ക് പുതിയ രീതിയിലൂടെ ലഭിക്കുന്നു. ഉയർന്ന വരുമാനക്കാരുടെ കാര്യമെടുത്താൽ 25 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് ഏകദേശം 2.5 ലക്ഷം രൂപയുടെ ലാഭമാണ് പുതിയ നികുതി വ്യവസ്ഥ വാഗ്ദാനം ചെയ്യുന്നത്. 5 കോടി രൂപയോളം വരുമാനമുള്ള അതിസമ്പന്നർക്ക് പോലും പുതിയ നികുതി രീതിയിലൂടെ 3 ലക്ഷത്തിലധികം രൂപയുടെ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും എന്തുകൊണ്ടാണ് പഴയ നികുതി രീതി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന സംശയം പലർക്കുമുണ്ട്. യഥാർത്ഥത്തിൽ പഴയ രീതി ഇപ്പോഴും പൂർണ്ണമായും അപ്രസക്തമായിട്ടില്ല. വീട്ടുവാടക ഇളവ് അതായത് HRA വലിയ തോതിൽ കൈപ്പറ്റുന്നവർക്കും ഭവന വായ്പയുടെ പലിശ ഇനത്തിൽ വലിയ തുക അടയ്ക്കുന്നവർക്കും പഴയ രീതി ഇപ്പോഴും ലാഭകരമായേക്കാം. പാരമ്പര്യമായി വലിയ തോതിൽ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും സെക്ഷൻ 80C പോലെയുള്ള വകുപ്പുകൾ പ്രകാരം 1.5 ലക്ഷം രൂപയുടെ പൂർണ്ണമായ ഇളവ് ഉപയോഗിക്കുന്നവർക്കും പഴയ രീതിയുടെ ഗുണം ലഭിക്കും. എന്നാൽ ഇതിനായി കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക എന്നത് വലിയൊരു തലവേദനയാണ്. ബില്ലുകൾ ശേഖരിക്കുക, നിക്ഷേപ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക തുടങ്ങിയ സങ്കീർണമായ പ്രക്രിയകളിൽ നിന്ന് ഒഴിയാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറ ഇന്ന് പുതിയ രീതിയെ സ്വാഗതം ചെയ്യുന്നു. പുതിയ നികുതി വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അതിൻ്റെ സുതാര്യതയാണ്. ഇവിടെ ഇളവുകൾക്ക് പിന്നാലെ പോകാതെ തന്നെ നികുതി ബാധ്യത മുൻകൂട്ടി കണക്കാക്കാൻ സാധിക്കും. ഇത് വ്യക്തികളെ അവരുടെ സാമ്പത്തിക ആസൂത്രണത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളവരാക്കുന്നു. പഴയ രീതിയിൽ പലപ്പോഴും നികുതി ലാഭിക്കാൻ വേണ്ടി മാത്രം അനാവശ്യമായ ഇൻഷുറൻസ് പോളിസികളിൽ പണം നിക്ഷേപിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പുതിയ രീതിയിൽ ഇത്തരം നിർബന്ധിത നിക്ഷേപങ്ങൾ ആവശ്യമില്ലാത്തതിനാൽ വ്യക്തികൾക്ക് തങ്ങൾക്ക് അനുയോജ്യമായ ഓഹരി വിപണിയിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ കൂടുതൽ ലാഭം തരുന്ന മറ്റ് മേഖലകളിലോ പണം നിക്ഷേപിക്കാനുള്ള അവസരം ലഭിക്കുന്നു. നിക്ഷേപത്തെയും നികുതിയെയും വേർതിരിച്ച് കാണാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാന ഗുണം. 2026 ബജറ്റ് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം ആദായ നികുതി ഘടനയിൽ ഒരു സ്ഥിരത സർക്കാർ ആഗ്രഹിക്കുന്നു എന്നതാണ്. ഇടയ്ക്കിടെ നിരക്കുകൾ മാറ്റുന്നതിന് പകരം നിലവിലുള്ള രീതി സുശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ധനമന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഇത് നികുതിദായകർക്ക് ദീർഘകാലത്തേക്കുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാൻ സഹായകരമാകും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നികുതിയുമായി ബന്ധപ്പെട്ട നൂലാമാലകൾ കുറയ്ക്കുന്നത് അവരുടെ ജീവിതം എളുപ്പമാക്കുന്നു. സർക്കാർ സേവനങ്ങളെല്ലാം ഡിജിറ്റൽ മയമാകുന്ന ഈ കാലഘട്ടത്തിൽ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നത് കൂടുതൽ ലളിതമാക്കാനും പുതിയ നികുതി രീതി സഹായിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ 2026 ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് ശേഷം നികുതിദായകർ ചെയ്യേണ്ടത് തങ്ങളുടെ വരുമാനവും നിക്ഷേപവും കൃത്യമായി താരതമ്യം ചെയ്യുക എന്നതാണ്. വലിയ തോതിലുള്ള വായ്പകളോ എടുത്തു പറയത്തക്ക ഇളവുകളോ ഇല്ലാത്ത മിക്കവാറും എല്ലാ ശമ്പളക്കാർക്കും പുതിയ നികുതി രീതി തന്നെയാണ് ഇന്ന് അനുയോജ്യം. കൈവശം ലഭിക്കുന്ന പണം വർദ്ധിപ്പിക്കാനും അത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കാനും പുതിയ രീതി വഴി സാധിക്കുന്നു. ഇന്ത്യയുടെ നികുതി വ്യവസ്ഥ കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെടുന്നതിൻ്റെ സൂചനയാണ് പുതിയ നികുതി രീതിയിലേക്ക് മാറാനുള്ള ഈ ആഹ്വാനം. വരും വർഷങ്ങളിൽ പഴയ രീതി പാടെ ഇല്ലാതാകാനുള്ള സാധ്യതകളും സാമ്പത്തിക വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. അതിനാൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊള്ളാൻ നികുതിദായകർ തയ്യാറാകേണ്ടതുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും നിക്ഷേപ ശൈലിയും പരിഗണിച്ച് ഈ സാമ്പത്തിക വർഷത്തെ നികുതി ആസൂത്രണം ഇപ്പോൾ തന്നെ തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും. ഇതിനായി ഒരു പ്രൊഫഷണൽ ടാക്സ് കൺസൾട്ടന്റിന്റെ സഹായം തേടുന്നതോ അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സ് കാൽക്കുലേറ്ററുകൾ ഉപയോഗിച്ച് രണ്ട് രീതികളും താരതമ്യം ചെയ്യുന്നതോ മികച്ച തീരുമാനമെടുക്കാൻ നിങ്ങളെ സഹായിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.